നമുക്ക് ഒരു ജീൻസിനൊക്കെ ഉപയോഗിക്കാൻ കൊള്ളാവുന്ന ഒരു ഷോർട്ട് ടോപ്പ് ആണ് ഇന്ന് ഞാൻ തയ്ക്കാമെന്ന് വിചാരിച്ചത്. അത് എന്തുകൊണ്ടാണ് ഈ മിച്ചം തുണി കൊണ്ട്. ഇന്നാളിലൊരു ചുരിദാറും നൈറ്റിയൊക്കെ തയ്ച്ചതിൻ്റെ ബാക്കി ബാലൻസ് കുറച്ച് തുണിയിരുന്നു. അതുകൊണ്ടാണ് ഞാനിന്ന് തയ്ക്കാനായിട്ട് നിങ്ങളുടെ അടുത്ത് വന്നിരിക്കുന്നത്. കണ്ടോ, ഇങ്ങനെ ഒരു പീസും ഉണ്ട് എൻ്റെ കയ്യിൽ. ആകപ്പാടെ ഈ കാണുന്ന പീസും ഉണ്ട്. ഈ 2 പീസേ ഉള്ളൂ. ഇത് രണ്ടും വെച്ച് വേണം നമുക്കെല്ലാം ചെയ്യാനായിട്ട്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ആദ്യം, ഇപ്പം ഞാൻ നിങ്ങളെ കാണിച്ചില്ലേ, ആ തുണിയുടെ ഫുൾ മടക്കി 4ആയിട്ട് മടക്കിയിട്ട് അവിടുന്ന് വേണം ഞാനിപ്പോൾ ചെയ്യുന്ന പോലെ ചെയ്യാൻ. ഞാനിപ്പോൾ ഒരു മിച്ചം വന്ന തുണിയാൽ ചെയ്യുന്നു. നിങ്ങൾ ചെയ്യുമ്പോൾ ഞാൻ ആദ്യം കാണിച്ച പോലെ തുണി വീതിപ്പാടിന് മടക്കിയിട്ട് ഒന്നുകൂടെ മടക്കി നമ്മൾ ചുരിദാറ കട്ട് ചെയ്യത്തില്ലേ, അതുപോലെ എടുത്തിട്ട് വേണം ഇത് ചെയ്യാൻ. എന്താ ചെയ്യുന്നത് നോക്കുക. ആദ്യം നമ്മൾ കഴുത്തിൻ്റെ അകലം 3-3.25 അടയാളപ്പെടുത്തുന്നു. 3 സാധാരണ 3 മതി കേട്ടോ. ഞാൻ 3 ഇച്ചിരിയുടെ ചേർത്തിട്ടുണ്ട്. ബാക്കിലെ ഇറക്കം 1.5 ഇഞ്ചും ഫ്രണ്ടിലെ ഇറക്കം 4.5 ഇഞ്ചും നമ്മൾ രേഖപ്പെടുത്തുന്നു. എന്നിട്ട് നമുക്കൊരു ലൈൻ വരയ്ക്കാം. ഒരു സ്കെയിൽ ഉപയോഗിച്ച് വരയ്ക്കാം, നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ. ഇനിയും 2 കഴുത്തും കൂടെ ഷേപ്പ് ചെയ്തേക്കാം. കണ്ടമാനം അങ്ങ് യു ആക്കണ്ടേ, ഇച്ചിരി ഇങ്ങനെ അങ്ങനെ ചേരിച്ച് വെച്ച് ഇങ്ങനെ ചെയ്യാം. അങ്ങനത്തെ ഷേപ്പാണ്. ഇനി നമുക്ക് നിങ്ങൾ നോക്കുക, അവിടെ നമ്മൾ നമ്മുടെ സാധാരണ ഷോൾഡറാണ് 7 അടയാളപ്പെടുത്തിയേക്കുന്നത്. അതിനുശേഷം 10 ഇഞ്ച് ഇതുപോലെ നടുക്ക് സെൻറ്ററിൽ നമ്മുടെ ഈ ടേപ്പ് വെച്ചിട്ട് എല്ലായിടത്തും അടയാളപ്പെടുത്തണം. കുറച്ചുകൂടെ ഫ്രീക്വൻ്റായിട്ട് അടുത്തടുത്തടുത്ത് അടയാളപ്പെടുത്തണം, അല്ലെങ്കിൽ അതിൻ്റെ ഷേപ്പ് മാറിപ്പോവും. എന്നിട്ട് നമ്മളിങ്ങനെ ആ ഷേപ്പ് വരച്ചെടുക്കുന്നു. നമ്മുടെ ടോപ്പിൻ്റെ യോക്ക് പാർട്ടാണ് ഈ വരച്ചേക്കുന്നത്. നമുക്ക് ബാക്ക് നെക്ക് കണ്ടിച്ചെടുക്കാം. എന്നിട്ട് ആ 10 ഇഞ്ച് അകലത്തിൽ അത് ഫുള്ള് നമുക്കങ്ങ് കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്ക് അതിൻ്റെ ഫ്രണ്ട് പാർട്ട് ഞാൻ കട്ട് ചെയ്യുന്നുണ്ട്, ഫ്രണ്ട് പാർട്ട് മാത്രം കേട്ടോ. ഒരു കാര്യം കൂടി ചെയ്യാനുണ്ടേ, ഫ്രണ്ട് പാർട്ടും കട്ട് ചെയ്തിട്ട് പറയാം. ഒരു കാര്യം കൂടി ചെയ്തിട്ട് നമുക്ക് കട്ട് ചെയ്താൽ മതിയായിരുന്നു. സാരമില്ല, ഞാനിനി അത് ചേർത്ത് വെച്ചിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം. ആ പഴയ പൊസിഷനിൽ തന്നെ ഫ്രണ്ടിലും ബാക്കിലും ഉള്ളതാണേ, ഫ്രണ്ടിലും ബാക്കും കൂടെ നമ്മൾ എടുത്തേക്കുന്നത്. ആ ഷോൾഡർ അടയാളപ്പെടുത്തിയില്ലേ, അവിടെ ഷോൾഡറിനല്ല ആ 10 അടയാളപ്പെടുത്തിയെടുത്ത് 1 ഇഞ്ച് മാർക്ക് ചെയ്ത് നമ്മൾ അത്രയും വെട്ടിക്കളയുന്നു. ഓർത്തോണേ, കഴുത്തിൻ്റെ അവിടം വരെ നമ്മളിത് വെട്ടി ആ സ്ലോപ്പ് അങ്ങനെ എടുക്കുക. ഇനി നമുക്ക് ഒരു കാര്യം കൂടെ ചെയ്യാനുണ്ട്. ഇതാണ് നമ്മുടെ ബോഡി പാർട്ട്. ബോഡി പാർട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം. നമ്മൾ തുണി 1.5 മീറ്റർ തുണിയെങ്കിലും വേണം ഇത് തയ്ക്കാൻ. അതുപോലെ തന്നെ നല്ല വീതിയുള്ള തുണിയാണെങ്കിൽ 50 ഇഞ്ചിന് മുകളിലുള്ള തുണിയാണെങ്കിൽ ഏറ്റവും നല്ലത്. എങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ നമ്മൾ ഈ എടുത്ത കണ്ടോ, ഇതുപോലെ നേരെ വീതിപ്പാട് മടക്കിയാൽ നമുക്ക് മതി. പക്ഷേ എനിക്കിതിന് 44 ഇഞ്ച് തുണിയായത്, അത് പോരാ. അതുകൊണ്ട് ഞാൻ ഒരു പീസ് എൻ്റെ എക്സ്ട്രാ ഉണ്ടായിരുന്നു, അതുകൂടെ വെച്ച് പിടിപ്പിക്കത്തക്ക രീതിയിലാണ് ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചേക്കുക. എന്നിട്ട് ഞാൻ 4ആക്കി മടക്കി. ഇപ്പം ഇത്രയും വീതിയല്ല വരുന്നുള്ളൂ, കുറച്ചുകൂടെ വീതി ഉണ്ടായാൽ നല്ലതാണ്. എങ്കിൽ നമുക്ക് ഞുറിച്ചിലിട്ട് കൊടുക്കാൻ പറ്റും, കൂടുതൽ ഞുറി വിട്ട് കൊടുക്കാൻ. ഇപ്പോൾ ഉള്ളത് വെച്ചല്ലേ ചെയ്യാൻ പറ്റില്ല, അതുകൊണ്ട് ഞാൻ ചെയ്ത് കാണിക്കാം. നിങ്ങളിവിടെ നോക്കേണ്ടത് ഈ ചെയ്യുന്ന മെത്തേഡ് കണ്ടാൽ മതി. ഈ മെറ്റീരിയലും ഈ പറഞ്ഞ ടോപ്പ് തയ്ക്കാൻ അത്ര നല്ലതല്ല, വല്ല ജോർജറ്റിൻ്റെ തുണിയാണെങ്കിൽ ഭംഗിയായിരുന്നു. എന്നിട്ട് നമ്മൾ ആ ഫ്രണ്ട് പാർട്ട്, നമ്മൾ ആദ്യം വെട്ടിയ യോക്ക് പാർട്ട് എടുത്ത് ഇതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ വെക്കുന്നു. ആ വെക്കുന്നത് വളരെ ശ്രദ്ധിക്കണം. കണ്ടോ, ആ റൗണ്ടിൽ പോകാനുള്ളത് ബോഡിയിലോട്ട് ഇറക്കി വെച്ചു. അതിന് മുമ്പ് ഒരു കാര്യം മറന്നുപോയേ, നമ്മളൊരു 7 ഷോൾഡർ അടയാളപ്പെടുത്തിയില്ലായിരുന്നു. 7 ഷോൾഡർ. ആ 7 ഷോൾഡറിൽ നിന്ന് താഴേക്ക് ആം ഹോള് 7. അപ്പം നമ്മളിവിടെ ചരിച്ച് വെട്ടിക്കളഞ്ഞുകൊണ്ട് ഞാനൊരു 1/2 ഇഞ്ച് മുകളിലേക്ക് വെച്ചിട്ട് മാർക്ക് ചെയ്യുക. 7 നമ്മൾ അടയാളപ്പെടുത്തുന്നു. 7 എവിടെ അടയാളപ്പെടുത്തുന്നത്? ആ യോഗിൻ്റെ അരികിലാണ്. അവിടുന്ന് 1 ഇഞ്ച് ബാക്കിലേക്ക് മാറ്റി, കൈക്കുഴിയുടെ ഭാഗത്തേക്ക് മാറ്റി 1 ഇഞ്ച് മാറ്റി 4 പീസിലും അടയാളം കൊടുക്കണം. 1-ലല്ല 4 പീസിലും, ഫ്രണ്ടിലെ 2-ലും ബാക്കിൻ്റെ 2 ഭാഗത്തും ആ അടയാളം കൊടുക്കാൻ മറക്കരുത്. അവിടെ നിന്നാണ് നമ്മുടെ ആം ഹോള് പോകേണ്ടത്. ഇനിയും നമ്മൾ എങ്ങനെ വെക്കുന്നു നോക്കിക്കോണേ. കഴുത്തെടുത്ത് കണ്ടോ, ആ തുണിയുടെ നടുക്കുന്ന് കുറച്ച് മാറ്റി വെക്കുക. ആ മാറ്റി വെച്ച തുണി എന്തിനാണെന്നറിയാവോ? അവിടെ ഞുറിച്ചിലിടാനായിട്ടാണ്, നമുക്ക് ഞുറിവ് കൊടുക്കാനായിട്ടാണ്. എനിക്കിപ്പോൾ 1.5 ഇഞ്ചേ ഉള്ളൂ. നിങ്ങൾക്ക് നല്ല വീതിയുള്ള 50-ന് മേളിലുള്ള തുണിയാണെങ്കിൽ നമുക്കൊരു 3 ഇഞ്ച് വരെ കിട്ടും. അതായിരിക്കും നല്ലത്. എന്നിട്ട് നമ്മൾ കഴുത്തിൻ്റെ ഇവിടുന്ന് ആ മുമ്പേ അടയാളപ്പെടുത്തിയ അടയാളത്തിലൂടെ ഈ തുണിയുടെ സൈഡിലൂടെ വരുമ്പോൾ 12.5 ഇഞ്ച് അകലം എവിടെ വരുന്നോ അവിടെ നമ്മളൊരു മാർക്ക് കൊടുക്കുന്നു. അതാണ് നമ്മുടെ ആം ഹോള്. കണ്ടോ, നമ്മുടെ ആം ഹോളായിട്ട് നമ്മൾ എടുക്കുന്ന ആ ഭാഗമായിരിക്കും.
ഇനി നമുക്ക് ആ യോക്ക് പാർട്ട് വെച്ച് ആ ഷേപ്പ് ഒന്ന് അടയാളപ്പെടുത്തിയേക്കാം. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇങ്ങനെയാണ് ഇരിക്കുന്നത് യോക്കും. എന്നിട്ട് നമ്മൾ നമ്മുടെ കഴുത്തിൻ്റെ അവിടെ തൊട്ട് ബോഡി പാർട്ട് മൊത്തം ഞാനൊരു 28 എടുക്കുന്നു. 28, 29, 30 വരെ എടുക്കാം കേട്ടോ. ഞാൻ 28 എടുക്കുന്നു, എനിക്ക് അതിനുള്ള തുണിയേ ഉള്ളൂ. എന്നിട്ട് നമ്മൾ ആ 28-ൽ നമുക്കൊരു വര വരയ്ക്കാം. കണ്ടല്ലോ വരച്ചേക്കുന്നത്. എന്നിട്ടൊരു കാര്യം ചെയ്യണേ, ഈ സൈഡിൽ നിന്നൊരു 2.5 ഇഞ്ച് ചെരിച്ച് നമ്മൾ ഇങ്ങനെ ഒരു വളച്ച് ഇങ്ങനെ വെട്ടിയെടുക്കും കേർവ് ഷേപ്പിൽ കേട്ടോ. എന്നിട്ട് നമ്മൾ കട്ട് ചെയ്തു. ഇനി നമുക്ക് ആ മുമ്പേ അടയാളപ്പെടുത്തി യോക്ക് പാർട്ട് വെച്ച് നമ്മൾ അടയാളപ്പെടുത്തിയ അടയാളമില്ലേ, അത് കട്ട് ചെയ്ത് മാറ്റാം. ഫ്രണ്ട് ഭാഗം ഫ്രണ്ടും ബാക്കും ഒരുപോലെ കട്ട് ചെയ്തു. ആം ഹോളിന് വേണ്ടി എടുത്ത് അതും കളഞ്ഞു. ഇതിലാണ് നമ്മുടെ 2 ബോഡി പാർട്ട്. ഇനി നമുക്ക് മിച്ചം കൈക്കുള്ള തുണി, ആ മുമ്പേ ഞാൻ യോക്ക് പാർട്ട് വെട്ടിയതിൻ്റെ ബാക്കി ഇരുന്ന തുണിയാണ്. അതിനെ ഞാനിങ്ങനെ 2 മടക്കി 2 തുണിയുണ്ട് കേട്ടോ. അതിൻ്റെ ഇറക്കം ഉണ്ട്. ഞാനൊരു 15 എടുക്കുക. 15 എടുക്കുകയാണെങ്കിൽ മുട്ടിൻ്റെ താഴെയായിട്ട് നമുക്കിങ്ങനെ ഞുറിച്ചിലിട്ട് എടുക്കാം. 15 ഇറക്കമുണ്ട്, പക്ഷേ ഇച്ചിരി വീതിക്ക് കുറവുണ്ട്. വീതി ഒരു 12 ഇഞ്ച് കിട്ടിയാൽ നല്ലതായിരുന്നു. ആ 12 വെച്ചാണ് ഞാൻ ചെയ്തേക്കുന്നത്. പക്ഷേ ഫുള്ള് 12 നമുക്ക് വീതി കിട്ടത്തില്ലല്ലോ. ഉള്ളത് വെച്ച് ഞാൻ അങ്ങ് എടുക്കുക. അവിടെ ഞാൻ 12 എടുത്തിട്ടുണ്ട്. താഴോട്ട് എനിക്കത്ര ഇല്ല. കണ്ടല്ലോ, ഇച്ചിരി തുണി കുറവല്ലേ, അച്ചം പുച്ചം. അത് വെച്ച് നമുക്കതങ്ങ് ഉള്ളത് വെട്ടിയെടുക്കാം. എന്നിട്ട് നമുക്ക് എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യാം. എൻ്റെ മുകൾ ഭാഗം കൂടെ ഒന്ന് ലെവൽ ചെയ്യട്ടെ. എന്നിട്ട് ആ 12 ഇഞ്ചാണ് എടുത്തേക്കുന്നത് വീതി കേട്ടോ. ഇതിലൂടെ ഞാൻ കട്ട് ചെയ്തെടുത്തു. അപ്പോൾ 1-2 തുണി കുറവല്ലേ, അവിടെ നമുക്ക് ഏച്ച് പിടിപ്പിക്കാം തുണി എക്സ്ട്രാ ഉള്ളത്. ഇനി നമ്മൾ ചെയ്യേണ്ടത് നിങ്ങൾ നോക്കിക്കണേ, ആ ബോഡിയിലെടുത്ത ആം ഹോളിൻ്റെ ആ ഇതില്ലേ, അത് നമ്മുടെ സ്ലീവിൻ്റെ സൈഡിൽ നമ്മൾ വരച്ച് അത്രയും 4 ഭാഗത്തുനിന്ന് വെട്ടിക്കളയുന്നു. അത്രയും നിങ്ങൾക്ക് പിടി കിട്ടിയല്ലോ. എന്നിട്ട് നമുക്ക് സ്ലീവ് തുറന്നിടാം. കണ്ടോ, അപ്പോൾ ഈ ഒരെണ്ണത്തിൽ തുണി കുറവല്ലേ, അവിടെ നമുക്ക് ഏച്ച് പിടിപ്പിച്ച് തയ്ക്കുന്ന സമയത്ത് ഒരു സ്വല്പം ഏച്ച് പിടിപ്പിച്ചിട്ട് ചെയ്യാവേ. ഇതാണ് അതിൻ്റെ ഫൈനൽ ലുക്ക്. ഇങ്ങനെയാണ് ഈ ടോപ്പ് വരാൻ പോകുന്നത്. ജീൻസിൻ്റെ ടോപ്പ് ഇങ്ങനെ വരുന്നത്. ഇവിടെ ഇച്ചിരി ഞുറിച്ചിൽ കാണും. നല്ലപോലെ വീതി ഉണ്ടെങ്കിൽ നല്ല ഞുറിവ് കണ്ടേനെ. ഇത് ഷോൾഡർ, ഇത് കയ്യുടെ അവിടെ ഞുറിച്ചിലുണ്ട് കേട്ടോ, ഞാൻ ഇട്ടില്ലെന്നേ ഉള്ളൂ. ഇനി നമുക്ക് ആ ഫ്രണ്ട് പാർട്ടൂടെ എടുത്ത് വെക്കാം. അത് ബാക്ക് പാർട്ട് ഇങ്ങനെ വരും. അത് ബാക്ക് പാർട്ട് ഫ്രണ്ടിലൂടെ കാണിക്കാം. ഇതിരിക്കട്ടെ അല്ലേ. കണ്ടോ, ഇങ്ങനെയാണ് നമ്മുടെ ജീൻസിൻ്റെ ടോപ്പിൻ്റെ മോഡൽ വരാൻ പോകുന്നത്. ഇങ്ങനെയാണ് നമ്മൾ തയ്ക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടിയോ? ഐഡിയ കിട്ടിയില്ലേ എന്തൊക്കെ എവിടെയാണ് കൂട്ടിച്ചേർക്കേണ്ടത്? നമുക്ക് പതുക്കെ സ്റ്റിച്ചിങ് തുടങ്ങാം. എനിക്കുണ്ടല്ലോ ആ ഫ്രണ്ട് യോക്ക് പാർട്ടിൻ്റെ നമ്മൾ കണ്ടിച്ചില്ലേ, അതിനെനിക്ക് ലൈനിങ് കിട്ടി. നല്ല 2 തുണി എടുക്കാനുള്ളത് മിച്ചം ഉണ്ടായിരുന്നു. അപ്പം ഞാൻ കളഞ്ഞില്ല. അതുകൊണ്ട് ഫ്രണ്ട് പാർട്ടിലെ ആ 2 ഭാഗത്തും ഞാൻ ലൈനിങ് തുണി, ഇതേ തുണി അറ്റാച്ച് ചെയ്ത് ഒന്ന് കംപ്ലീറ്റ് ചുറ്റിനും ഒന്ന് തയ്ച്ചെടുക്കുവാണേ. തയ്ക്കണം നിർബന്ധമൊന്നുമില്ല, ഉണ്ടെങ്കിൽ നല്ലത് എന്ന് മാത്രമേ ഉള്ളൂ. അവിടെ ഇച്ചിരി നല്ലതായിട്ടിരിക്കുകയല്ലേ. ലൈനിങ് വെക്കുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയുണ്ട്. എന്നിട്ട് നമ്മളൊരു 2.5 ഇഞ്ച് വീതിയുള്ള ഒരു പട്ട തുണിയുടെ ബെൽറ്റ് നമ്മളെടുത്ത് ഇങ്ങനെ അടിച്ചു പിടിപ്പിക്കുക. നമ്മൾ ഈ നൈറ്റിയുടെ ഫ്രണ്ടിലും ചുരിദാറിനുമൊക്കെ സാരി ബ്ലൗസിനൊക്കെ ഹുക്കിൻ്റെ വള്ളി വരുന്ന ഭാഗത്ത് ഇങ്ങനെയല്ലേ അടിക്കുന്നത്. 1 ഇഞ്ച് പുറത്തോട്ട് നിൽക്കത്തക്ക രീതിയിൽ നന്നായിട്ട് മടക്കി നല്ല ബലം കൊടുത്ത് എന്ന് പറഞ്ഞാൽ അകത്തോട്ട് തുണി മടക്കി വെച്ച് നമുക്ക് തയ്ച്ചെടുക്കാം. നിങ്ങൾ തയ്ക്കാൻ ശ്രമിക്കണേ. എന്തെങ്കിലും തുണി വെച്ച് തയ്ച്ച് നോക്കുക. ആദ്യം വലിയ വില കൊടുത്ത് ആദ്യം തയ്ക്കണ്ട, ആദ്യം ചുമ്മാ ഒന്ന് തയ്ച്ച് നോക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നല്ല തുണി തയ്ക്കാം. ഞാനൊരു നല്ല ഹക്കോബാടയോ അല്ലെങ്കിൽ ഈ ചിക്കൻ ഇതുള്ള വർക്കുള്ള നല്ല തുണിയില്ലേ വൈറ്റ്, അതൊരെണ്ണം എടുത്ത് എനിക്ക് തയ്ച്ചാൽ കൊള്ളാമെന്ന് ആഗ്രഹമുണ്ട്. നല്ലത് എനിക്ക് തന്നെ ഇച്ചിരി വലിപ്പത്തിൽ. അപ്പം നമുക്കൊരു 30 എന്നുള്ളത് 30-32 ഇഞ്ച് ഇറക്കം കൊടുത്ത് ചെയ്താൽ മതി, നല്ലതായിരിക്കും. ചിലപ്പം വേണമെങ്കിൽ നമുക്ക് ഈ കഴുത്തിന് വേണമെങ്കിൽ കോളറുടെ കൊടുത്ത് ചെയ്താൽ ചിലപ്പം ഫ്രണ്ട് ഫുൾ ഓപ്പൺ ആക്കിയിട്ട് ചെയ്താൽ നല്ലതായിരിക്കും. ഇത് ഫ്രണ്ട് ഓപ്പൺ അല്ല, കുറച്ചല്ല ഓപ്പൺ ആവുന്നുള്ളൂ. ഞാൻ ചെയ്ത് മനസ്സിലായല്ലോ. അടുത്ത പീസിൽ നമ്മൾ ഈ ഹുക്ക് വെക്കുമ്പം പടിയകത്തോട്ട് അടിക്കത്തില്ലേ, അതുപോലെ നമ്മൾ തയ്ച്ചു കൊടുക്കുക. അങ്ങനെ ഫ്രണ്ടിൻ്റെയും ബാക്കിൻ്റെയും പണി നമ്മൾ ഫ്രണ്ട് വശം ചെയ്ത് തീർത്തു. നമുക്ക് ഇതിൻ്റെ 2 കൂടെ തമ്മിൽ ചേർത്ത് വെച്ച് കാണിക്കാം. കണ്ടല്ലോ, നമ്മുടെ നെക്ക് റെഡിയായില്ലേ. ഫ്രണ്ടിലെ നെക്കല്ല,
ഫ്രണ്ട് പാർട്ട് ശരിയായി. ഇനി നമുക്ക് ഇതിലോട്ട് ബാക്ക് പാർട്ടിൻ്റെ യോക്ക് ഷോൾഡർ എന്ന് സത്യത്തിൽ ഇതിനെ ഷോൾഡർ എന്ന് പറഞ്ഞാൽ ഇവിടെ ഈ 10 ഇഞ്ച് ഫുള്ള് നമ്മൾ ചേർത്ത് ഒന്നിച്ചടിക്കുക. അത് ഓർത്തോണേ. 10 ഇഞ്ചും നമുക്ക് 2 പ്രാവശ്യം വെച്ച് അടിച്ചെടുക്കാം. ഷോൾഡർ 2 തവണ അടിക്കണം. നമുക്കിനിയും ഒരു ക്രോസ് പീസ് 1 ഇഞ്ച് വീതിയിൽ ഞാൻ ക്രോസ് പീസ് ഉണ്ടായിരുന്നതൊക്കെ കൂട്ടിച്ചേർത്ത് അടിച്ച് വെച്ചിട്ടുണ്ട്. അതിനെയൊക്കെ നമുക്കൊന്ന് മിനുക്കിയെടുത്തിട്ട് മൊത്തം ഒന്ന് അടിച്ചെടുത്തേക്കാം. ക്രോസ് പീസ് വലിച്ചു പിടിക്കേണ്ട, കഴുത്തും അധികം വലിക്കാതെ ഒരേ അകലത്തിൽ നമുക്ക് തയ്ച്ചെടുക്കാം. ആദ്യമായിട്ട് വീഡിയോ കാണുന്ന അല്ലെങ്കിൽ എൻ്റെ ചാനൽ കാണുന്ന എൻ്റെ കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്തു തരാനും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത്. നിങ്ങളുടെ ലൈക്കൊക്കെ തരണേ. ഇപ്പം ഞാൻ ലൈക്ക് തരാനൊന്നും പറയുന്നില്ല. ലൈക്ക് തരാനെന്ന് പറയുമ്പോൾ നിങ്ങൾ വീഡിയോയ്ക്ക് ലൈക്ക് തരും, പിന്നെ മറന്നു പോകും അല്ലേ. നമുക്ക് അതൊക്കെ ചെറിയൊരു കട്ടിട്ട് കൊടുക്കാം. എല്ലാ ഭാഗത്തും ചെറുതായിട്ട് തയ്യലിലെ മുട്ടാതെ. എന്നിട്ട് നമ്മൾ ഇതിൻ്റെ പടി തിരിച്ച് മടക്കി അടിക്കുക. അറിയാമല്ലോ, ഞാനതൊന്നും ഒത്തിരി കാണിക്കാൻ പോയാൽ നമ്മുടെ സമയം ഒരുപാട് പോകും. അതുകൊണ്ട് ഞാൻ വളരെ കുറച്ചേ നിങ്ങളെ കാണിക്കുന്നുള്ളൂ. മടക്കി അടിച്ചേക്കുകയാണേ, ഹെമ്മിങ് അല്ല, അല്ലാതെ തന്നെ പടി ഒരേ വലിപ്പത്തിൽ നമുക്ക് അകത്തോട്ട് മടക്കി തയ്ച്ചേക്കുക. അരികെ വരുമ്പോൾ അകത്തോട്ട് മടക്കി അടിച്ചെടുക്കണം. കഴുത്ത് ഫിനിഷായി, കുഴപ്പമില്ലല്ലോ. നമുക്കിനിയും ചെയ്യാനുള്ളത് നമ്മുടെ ബോഡി പാർട്ട് എടുക്കാം. നമുക്ക് ബോഡി പാർട്ടിൽ ഈ പീസ് നിങ്ങൾ കണ്ടായിരുന്നല്ലോ, ഞാൻ എക്സ്ട്രാ പിടിപ്പിക്കാൻ വേണ്ടി വെച്ചിരുന്നല്ലേ. നമുക്കതങ്ങ് കൂട്ടിച്ചേർക്കാം. ഒന്ന് തിരിച്ച് പതിച്ചൂരടിച്ചേക്കാം. നമുക്ക് നിങ്ങൾ ഓർക്കുന്നുണ്ട്, തുണി ഞാൻ പകുതിയായിട്ട് മടക്കിയിട്ടല്ലേ ചെയ്ത്. അപ്പോൾ ഈ നമ്മുടെ കഷത്തിൻ്റെ ഭാഗം മടങ്ങി ഇരിക്കുക, മടക്ക് പാടാണ്. അത് നമുക്ക് ഓപ്പൺ ചെയ്ത് കൊടുക്കാം. അപ്പം നമുക്ക് രണ്ട് പീസ് ഫുൾ ഒരുപോലെ കിട്ടി. ഇത് കാണുമ്പോൾ നിങ്ങൾക്കറിയാം വീതി കുറവുള്ളത് കൊണ്ട് ഞുറിച്ചിലിടാനുള്ള അധികം വലിപ്പമില്ല. ഇതാണ് നമ്മുടെ ഇങ്ങനെ നമ്മൾ മുമ്പ് യോക്ക് പാട്ടിൻ്റെ ഭാഗം വെച്ച് വെട്ടിയെടുത്തത്. ഇവിടെ ഞാൻ ചെയ്യാൻ പോകുന്നത് ഏറ്റവും വലിയ കാണിയിട്ട് ഒന്ന് വെറുതെ അങ്ങ് അടിക്കുന്നു. പിടിച്ച് വലിക്കരുത്, ഫ്രീ ആയിട്ട് വിടുക. കണ്ടോ, ഇപ്പം ഫ്രീ ആയിട്ട് വിടുമ്പം തന്നെ ഒരു ഞുറിച്ചിൽ ഓൾറെഡി ഫോം ചെയ്ത് കഴിഞ്ഞു അല്ലേ. എന്നിട്ട് നമുക്ക് വെച്ച് നീട്ടിയിട്ടെടുക്കണം അതിൻ്റെ നൂല്. ആ നൂലെ പിടിച്ച് വലിക്കുമ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള ഞുറിവ് കിട്ടും. ഇതിന് ഒത്തിരി ഞുറിവ് വിടാനില്ല, നിങ്ങൾക്കറിയാമല്ലോ. എനിക്കധികം വീതി ഇല്ലാത്ത തുണി ആയതുകൊണ്ട് അധികം ഞുറിവില്ല. 50-നൊക്കെ മേളിലാണെങ്കിൽ നല്ല ഞുറിവിടാം. നമുക്ക് ഒരുപോലെ ഞുറിവിടാൻ പറ്റും. അങ്ങനെ ആ വലിയ കാണി വെച്ച് ഞാൻ 2 അടിച്ചു. സത്യത്തിൽ ഇത് 2 അല്ല, ഇനിയും കൈയുണ്ട്. കൈയും ഇതുപോലെ തന്നെ നമ്മൾ അടിച്ചെടുക്കണം. നമ്മുടെ കൈയാണ്, കണ്ടോ, കൈയുടെ അവിടെ ഞാൻ പറഞ്ഞില്ലേ ഇച്ചിരി ഏച്ച് പിടിപ്പിക്കണം. നമ്മുടെ ഇച്ചിരി തുണിയില്ലാത്ത ഭാഗം ഉണ്ടെന്ന് പറഞ്ഞില്ലേ കുറവുള്ളത്, അവിടെ നമുക്കൊരു പീസ് വെച്ച് പിടിപ്പിക്കാം. എന്നിട്ട് നമുക്ക് തുറന്ന് 2 ഭാഗവും ഒരുപോലെയാക്കി ഷേപ്പിന് കട്ട് ചെയ്തെടുക്കാം. എക്സ്ട്രാ നിൽക്കുന്നതൊക്കെ കണ്ടിച്ച് കളഞ്ഞേക്കാം.
ഞാൻ നല്ല ഞുറിച്ചിൽ കിട്ടിക്കോട്ടെന്ന് ഓർത്ത് ഇത്രയും എടുത്തതേ ഉള്ളൂ കേട്ടോ. ഇത്രയിലും കുഴപ്പമൊന്നുമില്ല. നമുക്ക് ആ ഞുറിവെല്ലാം ഒരുപോലെ ആക്കണം, എല്ലാ ഭാഗത്തും ഒരേപോലെ ആക്കിയിട്ട്. ഇപ്പം ഞാൻ ഈ കാണിച്ച ഇവിടെ എന്താണെന്ന് നിങ്ങൾക്ക് അറിയാവോ, നമ്മുടെ കൈക്കുഴിക്ക് വേണ്ടി ബോഡി പാർട്ടിൻ്റെ നിന്ന് വെട്ടിക്കളഞ്ഞില്ലേ, ആ ഭാഗത്തേക്ക് സ്ലീവിൻ്റെ സൈഡിൽ കൈക്കുഴി വെട്ടിയില്ലേ, ആ കൈക്കുഴിയും ഇതും കൂടെ നമ്മൾ ചേർത്ത് തയ്ക്കുന്നു. അങ്ങനെ 4 ഭാഗത്തും തയ്ക്കണം. അത് ശ്രദ്ധിച്ച് തയ്ക്കണം. ഈ ബോഡി പാർട്ടിലേക്ക് ഈ തുണിയുടെ രണ്ടും നമുക്ക് ചേർക്കാൻ പറ്റുമോ? ഇല്ലല്ലോ, ഒന്നല്ലേ ചേർക്കാൻ പറ്റത്തുള്ളൂ. ഇനി അടുത്ത സ്ലീവ് എടുത്ത് വേണം നമുക്ക് അടുത്ത ഭാഗത്ത് പിടിപ്പിക്കാൻ. അത് തെറ്റാതെ നോക്കി ചെയ്തോണം കേട്ടോ. വളരെ ശ്രദ്ധയോടുകൂടി ചെയ്യണം, അല്ലെങ്കിൽ കുത്തിയിരുന്ന് അഴിക്കേണ്ടി വരും. ആ നൂല് നമുക്ക് നീട്ടിയിട്ടേക്കാം, കാരണം ഇനിയും വലിച്ചതിനെ നമുക്ക് നമ്മുടെ ആവശ്യത്തിനുള്ള ഞുറിവ് ഉണ്ടാക്കേണ്ടതല്ലേ. അങ്ങനെ 4 ഭാഗവും കൂട്ടിച്ചേർക്കുക, തെറ്റിപ്പോകാതെ കൂട്ടിച്ചേർക്കണം. മനസ്സിലാവുന്നുണ്ടല്ലോ? അതായത് ബോഡി പാർട്ടിൽ നമ്മൾ ആം ഹോളിന് വേണ്ടി വെട്ടിയിരിക്കുന്ന ഭാഗവും നമ്മുടെ ബ്ലൗസ് പീസിലെ സ്ലീവിൻ്റെ ആ ഭാഗവും തമ്മിലാണ് കൂട്ടിച്ചേർക്കേണ്ടത്. അങ്ങനെ ആ 4 നമുക്ക് കൂട്ടിച്ചേർത്തിട്ട് വരാം. ഇപ്പം നിങ്ങൾക്കൊരു ഐഡിയ ആയില്ലേ? ഇപ്പം 2 സ്ലീവുമായി നമുക്ക് ഫുൾ ബോഡിയും നമ്മൾ ചേർത്തു. അപ്പോൾ ഇങ്ങനെ ഇരിക്കും. എന്താ ചെയ്യുന്നത് മനസ്സിലായോ? സ്ലീവ് നമ്മുടെ ഈ ഷോൾഡറിൻ്റെ ഭാഗത്ത് വരുന്ന സ്ലീവിൻ്റെ ആ ഭാഗമില്ലേ, അടിയല്ല, സ്ലീവിൻ്റെ ഷോൾഡർ ഭാഗം, അവിടെയും നമുക്കിതുപോലെ വലിയ കാണിയിട്ട് തയ്ച്ചിട്ട് അവിടെയും ഞുറിവ് കൊടുക്കണം. കാരണം വീതിയില്ലല്ലേ തുണി എടുത്തേക്കുന്നത്. ഇങ്ങനെയാണ് ഇപ്പം കിട്ടിയേക്കുന്നത്. എനിക്ക് ഞുറിവ് കൊടുക്കാൻ അധികമില്ല. ഇനി നമ്മൾ യോക്ക് പാർട്ടിൻ്റെ ഫ്രണ്ട് ഭാഗമെടുത്ത് നമുക്ക് ഈ പടി രണ്ടും കൂട്ടിച്ചേർത്ത് നമ്മൾ ഹുക്ക് ചേർത്ത് തയ്ക്കുകയല്ലേ എന്ന് പറഞ്ഞ പോലെ 2 ഭാഗവും ഒരുപോലെ വെച്ചിട്ട് നമുക്കവിടെ 2 ബട്ടൺസ് വല്ലതും കൊടുക്കാം. തുറന്നിടണം നിർബന്ധമില്ല, വേണമെങ്കിൽ നമുക്ക് മുകൾ ഭാഗം തുറന്ന് കിടന്നാലും മതി. 2 ബട്ടൺസ് ഷോ ഉള്ളതോ അല്ലെ ബട്ടൺസ് ഇടാൻ കൊള്ളാവുന്ന പോലെയോ ചെയ്യാം. എന്നിട്ട് നമ്മൾ ഈ ഫ്രണ്ട് യോക്കിൻ്റെ ഭാഗത്തേക്ക് നമ്മുടെ ബോഡി പാർട്ടിൻ്റെ നല്ല വശം നോക്കി നമുക്ക് വേണ്ട പോലെ ഞുറിച്ചിലൊക്കെ രീതിയിലിട്ടേച്ച് നമുക്ക് നല്ല വശവും തമ്മിൽ കൂട്ടിച്ചേർക്കാം. ചേർക്കുന്നതിന് മുമ്പ് ഓരോ ബോഡി പീസിൻ്റെയും മധ്യഭാഗം നോക്കി ഏതാണ്ട് ചേർത്ത് വേണം വെക്കാൻ. അല്ലെങ്കിൽ ഒരു ഭാഗത്ത് ഞുറിച്ചിൽ വരികയും ഒരു ഭാഗത്ത് ഞുറിച്ചിലില്ലാതെ വരികയും ചെയ്യും. ഞുറിവ് അധികമില്ല എനിക്ക് ഞുറിവ് കൊടുക്കാൻ. ഉള്ളതൊക്കെ ഒരു തരത്തിൽ അഡ്ജസ്റ്റ് ചെയ്ത് ഞാൻ മൊത്തം തയ്ക്കുക. എവിടെ നിന്ന് നിങ്ങൾക്കറിയാമല്ലോ, ഇപ്പോൾ ഫ്രണ്ട് യോക്കിൻ്റെ ഭാഗത്തും തുടങ്ങി നമ്മൾ ആ കൈക്കുഴിയുടെ അവിടം വരെ. കൈക്കുഴി എപ്പോഴും ശ്രദ്ധിച്ചോണം നിങ്ങൾ. ആ കൈക്കുഴി ഇല്ലേ, ഇപ്പോൾ ഞാൻ കാണിച്ചേ, ഈ കൈക്കുഴി എപ്പോഴും ഇവിടെ വരണം. ആ സ്ലീവ് ചേർത്തേക്കുന്ന ഹോളിൻ്റെ നമ്മൾ ആ തയ്യലിന് അവിടെ വരണം. അങ്ങനെ 4 ഭാഗവും ശ്രദ്ധിച്ച് ഞുറിച്ചിൽ അഡ്ജസ്റ്റ് ചെയ്ത് ഫുള്ള് നമ്മൾ തയ്ച്ചെടുക്കുന്നു. തയ്ച്ച് ഇവിടെ തുടങ്ങി അവിടെ വരെ അവസാനിക്കണം. വന്ന് സ്ലീവേ കൂടെ കയറി വന്ന് ഇപ്പുറത്തെ ബോഡി പാർട്ടിൽ വന്ന് അടുത്ത സ്ലീവേ കയറി ഇപ്പം തയ്ച്ചെടുത്ത് കൊണ്ടുപോയി എൻഡ് ചെയ്യണം. എന്നിട്ട് വേണം നമുക്ക് ഒന്നുകൂടെ അടിക്കാൻ നോക്കി ഞുറിച്ചിലൊക്കെ നല്ലപോലെ വെച്ച് ഒന്നുകൂടെ അടിച്ചാൽ നമ്മുടെ പണി തീരും. അപ്പോൾ ശ്രദ്ധിച്ച് തയ്ക്കണം. ഞുറിച്ചിലൊക്കെ നോക്കി അളവൊക്കെ നോക്കി തയ്ച്ചെടുക്കണം. ക്ഷമയോടെ തയ്ക്കണം. തയ്യൽക്കാർക്ക് നല്ല ക്ഷമ വേണം അല്ലേ? ക്ഷമയുണ്ടോ നിങ്ങൾക്കൊക്കെ? ക്ഷമയില്ല, അത് തയ്ക്കാൻ പറ്റുമോ അല്ലേ? അപ്പം തയ്ച്ച് നോക്കണം നിങ്ങളുടെ മക്കൾക്ക്, കൊച്ചുമക്കൾക്ക്. നിങ്ങൾക്കും തയ്ച്ചിടുന്നതിന് കുറ്റമൊന്നുമില്ല. എന്നിട്ട് നിങ്ങൾ കമൻറ്റ് പറയണം കേട്ടോ. ഞാനൊരു പണി ചെയ്യുവേ, എനിക്കിതിൻ്റെ സ്ലീവ് ഇത്രയും നീണ്ടു കിടക്കുന്ന ഇഷ്ടമില്ല. എന്നാണെന്നറിയാവോ, ഈ തുണിക്കത് ചേരുകയില്ല. ജോർജറ്റ് തുണി പോലത്തേതാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഭംഗിയായേനെ, ഒഴുകി കിടക്കുന്നത്. ഇത് ഇച്ചിരി കോട്ടൺ അല്ലേ, അതുകൊണ്ട് ഒരു രസമില്ല. അതുകൊണ്ട് ഞാൻ മിക്കവാറും ആ കൈ വെട്ടിക്കളയും. നോക്കട്ടെ, കൈ ഒരു 5-6 ഇഞ്ച് ഇട്ടേച്ച് വെട്ടിക്കളഞ്ഞിട്ട് കൈയുടെ അടിയിൽ ഞുറിവും കൊടുത്ത് പടി കൊടുത്തങ്ങ് തയ്ക്കും. അതിനാണ് സാധ്യത. അങ്ങനെ ഫുള്ള് നമ്മൾ റൗണ്ട് ചെയ്ത് തയ്ക്കുക. എങ്ങനെയുണ്ട്? ഞാൻ പറഞ്ഞതുപോലെ വെട്ടിക്കളഞ്ഞ കൈ, എന്നിട്ട് ചെറിയ ഞുറിവ് കൊടുത്ത് പടി കൊടുത്തേക്കുക. കണ്ടോ നമ്മുടെ ടോപ്പ്? ഇഷ്ടമായോ നിങ്ങൾക്ക്? 2 ഷോ ബട്ടണ് ഫ്രണ്ടിൽ കൊടുത്തിട്ടുണ്ട്.
2 കൈയും ഇങ്ങനെ വെച്ചു. ഈ കൈയാണ് നല്ലത് ഇതിന്. കണ്ടോ, എനിക്കധികം ഞൊറിവില്ല, എങ്കിലും കുഴപ്പമില്ല കേട്ടോ, നല്ലതാണ്. ഇതിന് ഇന്ന പ്രായം എന്നൊന്നുമില്ല കേട്ടോ, പ്രായവും ഇല്ല, നമുക്കിതിന് സൈസും ഇല്ല. ഒരു 32 തൊട്ട് 42 സൈസുകാർക്കെല്ലാം ഉപയോഗിക്കാവുന്ന ഒരളവായത്. ഇഷ്ടമായോ നിങ്ങൾക്ക്? തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇതതിൻ്റെ ബാക്ക് പാർട്ടാണ്. ഉണ്ടോ, ഞുറിവ് കുറവാണ്, എന്നാലും നല്ലതാണ് കേട്ടോ, പിടുത്തവോ അങ്ങനത്തെ ഒന്നുമില്ല. അപ്പോൾ ഇഷ്ടമായാൽ നിങ്ങളുടെ സപ്പോർട്ട് തരിക. താങ്ക് യു.